Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ദി തിയറി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ട തിയറീസ് എന്ന് പറയുന്നത് കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസ് കണ്ടു, അതുപോലെ തന്നെ ഓർഡിന് യൂട്ടിലിറ്റി അനാലിസിസ് കണ്ടു, ദെൻ അതുകൂടാതെ റിവീൽഡ് പ്രിഫറൻസ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഈ 3 തിയറീസും നമ്മൾ പരിഗണിക്കുമ്പോൾ ഇവിടെ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് ഒരു യൂട്ടിലിറ്റി അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ യൂട്ടിലിറ്റി അനാലിസിസിന് ബേസ് ചെയ്തിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ ഡിമാൻഡ് തിയറി നമുക്ക് പല രീതിയിലുള്ള പോരായ്മകൾ പിന്നീടുള്ള കാലങ്ങളിൽ നമുക്ക് കാണുകയുണ്ടായി. അപ്പൊ പല എക്കണോമിസ്റ്റുകളും ഈ ഒരു ട്രഡീഷണൽ തിയറീസിന്റെ വാലിഡിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പം റിയൽ ആയിട്ടുള്ള മാർക്കറ്റ് ബിഹേവിയറിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ തിയറീസിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് മാർക്കറ്റിൽ കൺസ്യൂമറുടെ ബിഹേവിയേഴ്സ് കാണാൻ സാധിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരു റിയൽ മാർക്കറ്റ് ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലെ കൺസ്യൂമർ ബിഹേവിയറിനെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഡിമാൻഡ് തിയറി ഓഫ് ഡിമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് തിയറീസ് നമുക്ക് കാണാൻ സാധിക്കും. മേജർ ആയിട്ട് 2 ഹെഡിങ്ങിലാണ് നമ്മൾ ഇതിനെ തിരിക്കുക. ഫസ്റ്റ് വൺ പ്രാഗ്മാറ്റിക് അപ്രോച്ചും സെക്കൻഡ് വൺ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം തിയറീസ്. അപ്പം ഈ 2 തിയറീസ് അല്ലെങ്കിൽ ഈ 2 സെപ്പറേഷൻസ് ആണ് ഈ റീസെന്റ് തിയറി ഓഫ് ഡിമാൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് റീസെന്റ് തിയറി അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷണൽ തിയറീസിൽ നിന്ന് എന്താണ് പോരായ്മ എന്നുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There are several economists who question the worth of various theories of consumer behavior. Many economists have understood that the various approaches to utilities are theoretically impressive. There is very little an applied economics can use to explain the കോംപ്ലക്സിറ്റി ഓഫ് ദി റിയൽ വേൾഡ്. അപ്പം ഈ റിയൽ വേൾഡിലെ കോംപ്ലക്സിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള തിയറീസിന് പലപ്പോഴും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു തിയറി തരാൻ സാധിച്ചിട്ടില്ല. തിയറിറ്റിക്കലി നമുക്ക് വളരെ ഇംപ്രസീവ് ആണ്, പക്ഷെ പല രീതിയിലുള്ള പോരായ്മകളും ഈ ട്രഡീഷണൽ തിയറീസിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോരായ്മയെ ഓവർകം ചെയ്യാനാണ് ഫസ്റ്റ് അപ്രോച്ച് നമ്മൾ കാണുക. ഏതാണ്? പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ് എന്നുള്ളത്. അപ്പൊ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ദി തിയറി ഓഫ് ഡിമാൻഡിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ദി ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. Thus, in order to keep away from this problem, many economists have used pragmatic or practical approach to the theory of demand. അപ്പം പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? പ്രാക്ടിക്കൽ അപ്രോച്ച് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ
ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഉള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് വിളിക്കുക. The economics have acknowledged the law of demand. The economics using law of demand formulate the demand function directly on the basis of market data. അപ്പം ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് നമ്മൾ ആദ്യം കാണേണ്ടത് നമ്മൾ ഏറ്റവും ഇനിഷ്യലി പഠിച്ച തിയറിയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോ ഓഫ് ഡിമാൻഡിനെ ഈ റീസെന്റ് ഡെവലപ്മെന്റിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ റീസെന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് അപ്രോച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇവർ എന്തിനെ റിജക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്? യൂട്ടിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഡിമാൻഡ് അനാലിസിസ് ആയിട്ടുള്ള കാർഡിൻ യൂട്ടിലിറ്റി അനാലിസിസിനെയും ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിനെയും ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ഡിമാൻഡ് ഫംഗ്ഷനെ ഫോം ചെയ്യേണ്ടത് റിയൽ ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഡേറ്റാനെ ബേസ് ചെയ്തിട്ടുണ്ടാണ്. അതായത് ലോ ഓഫ് ഡിമാൻഡിൽ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. They have formulated the demand function without considering utility theory and behavior of the individual consumer. അപ്പൊ കാർഡിൻ യൂട്ടിലിറ്റി അനാലിസിസിലും ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലും നമ്മൾ കണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിമാൻഡ് ഫംഗ്ഷനെ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഫംഗ്ഷനും ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലേക്ക് വരുമ്പോൾ ഇവർ ഈ രണ്ട് കാര്യങ്ങളെ റിജക്ട് ചെയ്യുന്നു. അതായത് യൂട്ടിലിറ്റി തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡ് ഫംഗ്ഷനെ അല്ല ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കൺസ്യൂമറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് ഫംഗ്ഷനും അല്ല. ഒരു മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെയാണ് ആര് ഫോക്കസ് ചെയ്യുക, പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ ഫോക്കസ് ചെയ്യുക. The individual demand function shows the functional relationship between the demand for a commodity by an individual and it determines. അപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടതാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്, ഒരു ഇൻഡിവിജ്വലിന് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയോട് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയോടുള്ള ഡിമാൻഡും അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടതാ ഇത്രയാണ്. പ്രൈസ് ഓഫ് ദി ഗുഡ്, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് ഗുഡ്, കൺസ്യൂമർ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ട്രഡീഷണൽ തിയറി ഫോക്കസ് കൊടുത്തത്. അതായത് ഒരു ഇൻഡിവിജ്വല് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയോടുള്ള ഡിമാൻഡ് എങ്ങനെയാണ്, ആ ഡിമാൻഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, ഇതാണ് ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ റീസെന്റ് ഡെവലപ്മെന്റിലേക്ക് വരുമ്പം ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് മൾട്ടി വേരിയേറ്റ് ഫംഗ്ഷൻ ആണ്. അതൊരു സിംഗിൾ ഫംഗ്ഷൻ അല്ല. അതായത് ഒരു ഇൻഡിവിജ്വൽസ് ഒരു സമയത്ത് ഒരു പ്രൊഡക്റ്റിനെ മാത്രമല്ല ഡിമാൻഡ് ചെയ്യുന്നത്, അവര് ഒരുപാട് പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്റ്റുകളെയാണ് എന്ത് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി വേരിയേറ്റ് ഫംഗ്ഷൻ ആണ്, അല്ലാതെ ഒരു യൂണിക് വേരിയേറ്റ് ഫംഗ്ഷൻ അല്ല. മൾട്ടി വേരിയേറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് ഡിമാൻഡിനെ കൺസിഡർ ചെയ്യേണ്ടത്. Demand is expressed as a multivariate function and is estimated with various econometric methods. Such demand function shows the market behavior of the consumer. That is, it is the behavior of all the consumer as a group and not the behavior of a single individual. അപ്പൊ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലേക്ക് വരുമ്പോൾ മേജർ ഡിഫറൻസ് എന്താണ്, ഒരു മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സിന്റെയും ബിഹേവിയറിനെയാണ് അവർ പഠിക്കുന്നത്, അല്ലാതെ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു സിംഗിൾ കൺസ്യൂമറുടെ ബിഹേവിയർ അല്ല നമ്മൾ പഠിക്കുക. ഇൻ ദ മോസ്റ്റ് കേസസ് ഡിമാൻഡ് ഫംഗ്ഷൻ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്, ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർ ഫുഡ്, ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഡ്യൂറബിൾ ആൻഡ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എക്സെട്ര. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആണ്, അല്ലാതെ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി അല്ല. അവിടെ എന്തൊക്കെ വരാം, ഈ ഫുഡിന് ഡിമാൻഡ് വരാം, ഡ്യൂറബിൾ ഗുഡ്സിന് ഡിമാൻഡ് വരാം, അല്ലാതെ മറ്റുള്ള കമ്മോഡിറ്റിക്ക് എല്ലാം ഡിമാൻഡ് വരാം. അപ്പം ഒരു മാർക്കറ്റിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആണ്, അല്ലാതെ ഒരു സിംഗിൾ കമ്മോഡിറ്റി അല്ല. അപ്പം ഇതാണ് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലേക്ക് വരുമ്പോൾ മേജർ ആയിട്ടുള്ള അഡീഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിന് പകരം നമ്മൾ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ അവിടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏതാണ് ഈ പറയുന്ന ഇൻഡെക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അവിടെ പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് വരാനുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യമുള്ളത് ഈ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആദ്യ കാലങ്ങളിൽ നമുക്കറിയാം ഈ ഇൻഡെക്സ് നമ്പേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന എക്കണോമിക്സിൽ ഈ എക്കണോമെട്രിക്സിന്റെ ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒന്നും ആദ്യ കാലങ്ങളിൽ ഇല്ലായിരുന്നു. അപ്പം ഈ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇതിന്റെ പോരായ്മകളും ഈ തിയറീസിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എപ്പം ഈ പറയുന്ന ഒരു മൾട്ടി വേരിയറ്റ് ഫംഗ്ഷൻസിനെ ഫോം ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു.
പക്ഷെ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്കണോമെട്രിക് മോഡലിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പല രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് എക്കണോമിക്സ് വന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോരായ്മകളെ എല്ലാം ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രാഗ്മാറ്റിക് അപ്രോച്ചുകൾ അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലെ ഏതാണ് ഐഡിയാസിന് കൂടുതൽ വാലിഡിറ്റി ഉണ്ടാകാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുക. അപ്പൊ നമ്മളിവിടെ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ്, ഈ പറയുന്ന ട്രഡീഷണൽ തിയറി നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന കാർഡിൻ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിൻ യൂട്ടിലിറ്റി അനാലിസിസും അതുപോലെ തന്നെ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലും ഉണ്ടായിരുന്ന ഈ യൂട്ടിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഡിമാൻഡ് അനാലിസിസിന്റെ പോരായ്മകളെയാണ് നമുക്ക് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഈ ഒരു റീസെന്റ് ഡെവലപ്മെന്റ് തിയറിയിലേക്ക് ലീഡ് ചെയ്യുക. അപ്പൊ റീസെന്റ് ഡെവലപ്മെന്റ് തിയറിയിൽ ആദ്യം നമ്മൾ കാണേണ്ടത് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ആണ്. അപ്പം പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ മേജർ ആയിട്ട് പറയുന്ന ഫീച്ചർ എന്താണ്, ട്രഡീഷണൽ തിയറിനെ അപേക്ഷിച്ച് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ എന്തല്ല, യൂട്ടിലിറ്റി തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ അല്ല ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിന് ഒരു ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡും അല്ല എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് അവരുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനോടുള്ള ഡിമാൻഡിനെയാണ് ആര് ഫോളോ ചെയ്യുന്നത്, ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ തന്നെ നമുക്ക് രണ്ട് സബ് കമ്പോണന്റ് ആയിട്ട്, രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് ഡിമാൻഡ് ഫംഗ്ഷനെ കാണാം. അപ്പൊ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലെ ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് ഫംഗ്ഷനെയാണ് ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇത് ഏതിന്റെ അണ്ടറിൽ തന്നെ വരുന്ന, പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ തന്നെ അണ്ടറിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഇത് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ഇനി നമ്മൾ മറ്റൊരു ഡിമാൻഡ് ഫംഗ്ഷനൂടെ കാണും. അപ്പം ഇത് നമ്മൾ എൻറ്റയർ തിയറിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാഗ്മാറ്റിക് അപ്രോച്ച്, മറ്റൊന്ന് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലുള്ള ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് ആണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് ഫംഗ്ഷനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പം എന്താണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയാസിനെ ബേസ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡിമാൻഡ് ഫംഗ്ഷനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. The constant elasticity demand function are the functions that are widely used in applied research and have constant elasticity. It can be written in functional form as Qx is equal to B0 Px raised to B1 and P0 raised to B2 and Y raised to B3 and E raised to B4 T എന്നുള്ളത്. അപ്പം ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിമാൻഡ് എന്ന് പറയുന്നത് ഏതാണ്, കമ്മോഡിറ്റി എക്സ് ഡിമാൻഡ് ചെയ്യുന്ന എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാ, പി എക്സ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് ആണ്. P0 എന്ന് പറയുന്നത് അതർ കമ്മോഡിറ്റീസിന്റെ റിലേറ്റഡ് കമ്മോഡിറ്റീസിന്റെ പ്രൈസ് ആണ്. ദെൻ Y എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ അഗ്രിഗേറ്റ് ഇൻകം ആണ്. E പവർ B4T എന്ന് പറയുന്നത് എന്താണ്, ടേസ്റ്റ്, ട്രെൻഡ് ഫാക്ടർ ഫോർ ടേസ്റ്റ് ആണ്. അതായത് E എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ആണ്. ദെൻ B1 B2 B3 എന്ന് പറയുന്ന പവേഴ്സ് എന്ന് പറയുന്നത് B1 കടക്കുന്നത് Px-ന്റെ പവർ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് B1 എന്ന് പറയുന്നത്. B2 എന്ന് പറയുന്നത് P0ക്ക് പവർ ആയിട്ടാണ് കിടക്കുന്നത്, അത് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ദെൻ B3 എന്ന് പറയുന്നത് ഇൻകത്തിന്റെ പവർ ആയിട്ടാണ്, അതുകൊണ്ട് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പം ഇവിടെ B1ഉം B2ഉം B3 എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഏതാണ് ഫിക്സഡ് ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി അവിടെ കാണിക്കുക. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പം ഈ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ എന്തൊക്കെ പരിഗണിച്ചിരുന്നു, കമ്മോഡിറ്റി എക്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് B0 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആണ്, അതായത് ഒരു ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുകയാണ്. Px പ്രൈസ് ആണ്, P0 അതർ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് ആണ്. ദെൻ Y എന്ന് പറയുന്ന ഇൻകം ആണ്. B1 B2 B3 എന്ന് പറയുന്നത് B1 എന്താണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. ഇൻകം ഇലാസ്റ്റിറ്റി ആണ് B2. ദെൻ B3 എന്ന് പറയുന്ന ഇൻകം ഇലാസ്റ്റിറ്റി, അതുപോലെ തന്നെ B2 എന്ന് പറയുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പൊ ഈ മൂന്ന് ഇലാസ്റ്റിസിറ്റിയും അവിടെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പം ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് ഫംഗ്ഷനെയാണ് നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മൾ കാണിക്കുക. Then usually the followers of the pragmatic approach, although not adhering to the utility function, express the demand function in such a way as to incorporate the assumption of no money illusion postulated by the traditional theory of the consumer. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇവിടെ നോ മണി ഇലൂഷൻ എന്ന് പറയുന്ന ഐഡിയ ആണ്. അതായത് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് റിയൽ ചേഞ്ചസിനെ പരിഗണിക്കുന്നുള്ളൂ. എന്തിനെ പരിഗണിക്കുന്നില്ല, നോമിനൽ ചേഞ്ചസിനെ അഫക്ട് ചെയ്യത്തില്ല. എക്സാമ്പിൾ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ ഈ റിയൽ ചേഞ്ച് എന്ന് പറയുന്നത്, അതായത്
നമ്മുടെ എക്കോണമിയിൽ നമുക്കുണ്ടാകുന്ന റിയൽ വേരിയബിൾസും നോമിനൽ വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഈ വർഷം 100 രൂപയാണ്. അപ്പൊ ആ 100 രൂപയ്ക്ക് നമുക്ക് ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി ബൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം അടുത്ത വർഷം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ റൈസ് ചെയ്യും. ഇപ്പൊ കറന്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6% ആണെന്ന് കൂട്ടുക. അപ്പൊ അടുത്ത വർഷം ഈ സെയിം ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ 106 രൂപ കൊടുക്കണം അല്ലെ. 106 രൂപ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ഈ പറയുന്ന പ്രൈസ് റൈസ് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇൻകം റൈസ് ചെയ്താലേ നമുക്ക് ആ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് റൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം 100ൽ നിന്ന് എന്റെ ഇൻകം 102 കൂടി. അപ്പൊ അവിടെ എന്റെ ആക്ച്വലി എന്ത് സംഭവിച്ചു? ഇൻകം കൂടിയതായിട്ട് അബ്സല്യൂട്ട് നോമിനൽ ടേംസിൽ ഇൻകം കൂടിയതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചത്? ഈ ഇൻഫ്ലേഷൻ മൂലം എന്റെ ഇൻകം കുറയുക ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ എനിക്ക് 100 രൂപയ്ക്ക് മേടിച്ച ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി ഇന്ന് 106 രൂപയാണ്. അപ്പം 102 രൂപയായിട്ട് എന്റെ ഇൻകം കൂടിയാലും അവിടെ ആക്ച്വലി എന്താ റിയൽ ഇൻകം എന്ത് ചെയ്തിട്ടില്ല? കൂടിയിട്ടില്ല. റിയൽ ഇൻകം ഇൻഫ്ലേഷൻ കാരണം കുറയുക ചെയ്തിരിക്കുന്നത്. 96 രൂപയാണ് കറന്റ് എന്റെ ഇൻകത്തിന്റെ ഏതാണ് ആ ഒരു റിയൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ റിയൽ ചേഞ്ചസിനെ മാത്രമേ ഉള്ളൂ എന്ത് അഫക്ട് ചെയ്യത്തുള്ളൂ? ഈ പറയുന്ന ഫങ്ഷൻസ് അഫക്ട് ചെയ്യത്തുള്ളതാണ് ആര് പറയുന്നത്? പ്രാഗ്മാറ്റിക് അപ്രോച്ചില് ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷനിൽ നമ്മൾ കാണും. പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ലാഗ്ഡ് വേരിയബിൾസിനെ നമ്മൾ ഈ ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് ഈ ലാഗ്ഡ് വേരിയബിൾസ് എന്നുള്ളത് അടുത്ത് നമ്മൾ കാണേണ്ടത്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അയാളുടെ പ്രീവിയസ് ഇയറിലെ ഇൻകവും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ഡിമാൻഡും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾസിനെ നമ്മൾ പരിഗണിക്കുകയാണ്. അപ്പൊ ഈ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ പറയുന്ന ഫ്രിഡ്ജ്, TV, അതുപോലെ തന്നെ കാർ, അങ്ങനെയുള്ള കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് വിളിക്കുക. അതായത് നമ്മൾ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഒരു സെർട്ടൈൻ ടൈം പീരീഡിലേക്ക് നമുക്ക് പിന്നീട് അത് ഡിമാൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല യൂഷ്വലി. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലേക്ക് ഉള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതിന്റെ പാസ്റ്റ് പർച്ചേസ് എന്ത് ചെയ്യാറുണ്ട്? അഫക്ട് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു TV മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് മേടിക്കുന്നു. അപ്പം പിന്നീട് ഈ TVയോ ഫ്രിഡ്ജോ നമ്മൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ആ ഒരു സെർട്ടൈൻ പീരീഡ് കഴിഞ്ഞാലേ യൂഷ്വലി എന്ത് ചെയ്യത്തുള്ളൂ? ഒരു കൺസ്യൂമർ ഈ പറയുന്ന ഡ്യൂറബിൾ ഗുഡ്സ് ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന പാസ്റ്റ് പർച്ചേസസ് അഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ പരിഗണിക്കുമ്പം ഈ പാസ്റ്റ് പർച്ചേസസിനെയും അതുപോലെ തന്നെ പാസ്റ്റ് ഇൻകത്തിനെയും നമ്മൾ പരിഗണിക്കണം എന്നുള്ള ഐഡിയ ആണ് ഈ ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിൽ നമ്മൾ കാണുക. ദ ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ഷോൺ വിത്ത് ദി ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ് ഓഫ് ഡിമാൻഡ്. A current development in demand theory is the expression of demand function in a dynamic form. The reason behind the inclusion of lagged variable is that current purchases decisions are influenced by past behavior of the individual. അപ്പം നമ്മുടെ current consumption എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പാസ്റ്റ് ബിഹേവിയേഴ്സ് അതിനെ എന്ത് ചെയ്യാറുണ്ട്? അഫക്ട് ചെയ്യാറുണ്ട്. The dynamic demand function include lagged values of income and quantity demanded as a separate variable influencing the demand in any particular period. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ്, അതായത് നമ്മുടെ കറന്റ് പീരീഡ് എന്ന് പറയുന്നത് T ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് T എന്ന് പറയുന്നത് കറന്റ് പീരീഡിലെ ഡിമാൻഡ് ആണ്. ഈ കറന്റ് പീരീഡിലെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഇയർ, അതായത് T-1 എന്ന്, അതായത് പ്രീവിയസ് ഇയറിലെ നമ്മുടെ ഇൻകത്തിനെയും പ്രീവിയസ് ഇയറിലെ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലാഗ്ഡ് വാല്യൂസിനെ നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പൊ ഡൈനാമിക് വേർഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ ലാഗ്ഡ് വാല്യൂസിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഇൻ ഡൈനാമിക് ഫോം വി മസ്റ്റ് അസ്യൂം എ പർട്ടിക്കുലർ റിലേഷൻ ബിറ്റ്വീൻ ദി പാസ്റ്റ് ആൻഡ് പ്രസന്റ്. വൺ ഓഫ് ദ മോസ്റ്റ് വൈറ്റൽ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് current purchasing behavior depends on past level of demand and past level of income. അപ്പൊ പ്രീവിയസ് ഇയറിലെ നമ്മുടെ ഡിമാൻഡും പ്രീവിയസ് ഇയറിലെ ഇൻകവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റീസെന്റ് പർച്ചേസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. വി ക്യാൻ ക്ലാസിഫൈ ദിസ് ആസ് ഡിമാൻഡ് ഫോർ ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അപ്പൊ ഡ്യൂറബിൾ ഗുഡ്സിനും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആയിട്ട് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഡ്യൂറബിൾ ഗുഡ്സിന്റെ
ഏതാണ് ഡിമാൻഡും നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ ഡിമാൻഡും എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് ഇരിക്കുക. ദെൻ if the commodity is durable, then past purchases represent the stock of this commodity which clearly affect the current and future purchases of the product. അപ്പൊ ഒരു ഡ്യൂറബിൾ ഗുഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പാസ്റ്റ് പർച്ചേസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കറന്റ് പർച്ചേസിനെ അഫക്ട് ചെയ്യും അല്ലെ. ഒരു ടി വി ലാസ്റ്റ് ഇയർ മേടിച്ചാൽ ഉടനെ നമ്മൾ ഈ ഇയറും ടി വി മേടിക്കോ? ഇല്ല. മേ ബി അത് ബൈ ചെയ്യണമെങ്കിൽ മേ ബി ഈ ടിവിയുടെ ഒരു എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഈ ടി വിക്ക് ഒരു ഏതാണ് മിനിമം ഒരു പീരീഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള ഡ്യൂറബിൾ ഗുഡ്സിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ഡ്യൂറബിൾ ഗുഡ്സ് പിന്നീട് നമ്മൾ ഡിമാൻഡ് ചെയ്യില്ല. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദ commodity is not durable like tobacco, food, etc., then past purchases represent the habit of the consumer which is acquired by purchasing and consuming the commodity in the past. Thus this clearly affect the current and future purchases of the product. അപ്പം നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് എന്താണ് ഫ്രീക്വന്റ്ലി ബൈ ചെയ്യേണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇതെന്താണ്, ഒരു കൺസ്യൂമർ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് അയാളുടെ ഹാബിറ്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ടൊബാക്കോ യൂസ് ചെയ്യുന്നവര് എന്നും മിക്ക ദിവസങ്ങളും അത് ബൈ ചെയ്യുന്നു. അതുപോലെ തന്നെ സെർട്ടൈൻ ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നവർ മിക്ക ദിവസങ്ങളിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡ്യൂറബിൾ ഗുഡ്സിന്റെ പർച്ചേസും എന്ത് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് പർച്ചേസും കറന്റ് പീരീഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ പാസ്റ്റ് പർച്ചേസും എന്ത് ചെയ്യുന്നുണ്ട്, ആ കൺസ്യൂമറുടെ കറന്റ് പർച്ചേസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഈ നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറാം. There are the factors that are incorporated in the these are the factors that are incorporated in the demand function make it dynamic. Another usual assumption concerning the way in which past behavior affect the present is that the more recent past level of income or demand have a greater influence on the present consumption pattern than the more remote one. അതായത് നമ്മുടെ കറന്റ് പർച്ചേസിനെ അഫക്ട് ചെയ്യുന്നത് എന്താ, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പർച്ചേസാ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാഗ്ഡ് വാല്യൂബിൾസ് എടുക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പുറകോട്ടുള്ള ലാഗ്ഡ് വാല്യൂസ് എടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇയറിലെ നമ്മുടെ ഇൻകത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാം, അതിന് മുമ്പത്തെ ഇയറിലെ ഇൻകത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാം, അതിന് മുമ്പത്തുള്ള ഇൻകത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മുടെ റീസെന്റ് അല്ലെങ്കിൽ നമ്മുടെ ടി എന്ന് പറയുന്ന കറന്റ് പീരീഡിലെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിനോട് തൊട്ടടുത്തിരിക്കുന്ന ഇയറിലെ പാസ്റ്റ് പർച്ചേസസോ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻകോ ആണ് കൂടുതൽ അഫക്ട് ചെയ്യുക. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഞാൻ എന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് എന്റെ 2023 ഇൻകോ ഞാൻ 23 ബൈ ചെയ്ത എന്റെ ആ ക്വാണ്ടിറ്റി ഡിമാൻഡുമാണ് ഈ 2022 ഇൻകത്തിനേക്കാളും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിനേക്കാളും കൂടുതൽ അഫക്ട് ചെയ്യുക. അപ്പം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പാസ്റ്റ് ആണ് നമ്മുടെ കറന്റ് പർച്ചേസസിനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ലാഗ്ഡ് വാല്യൂസ് ആണ് നമ്മുടെ കറന്റ് പർച്ചേസസിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ അഫക്ട് ചെയ്യുക എന്നുള്ള ഐഡിയയെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഡൈനാമിക് വേർഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, ലാഗ്ഡ് വാല്യൂസിനെ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന ലാഗ്ഡ് വാല്യൂസ് ഏതൊക്കെയാണ്, ഈ പറയുന്ന ഇൻകത്തിന്റെയും അതുപോലെ തന്നെ ലാഗ്ഡ് വാല്യൂസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് തന്നെയാണ്. ഇനി അപ്പം ഈ ലാഗ്ഡ് വാല്യൂസിൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ലാഗ്ഡ് വാല്യൂ ആണ് നമ്മുടെ കറന്റ് പർച്ചേസസിനെ കൂടുതൽ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. The demand function which include lagged values of demand or of the income are called distributed lag model. The distributed lag function can be expressed as QXT. അതായത് QX എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് T എന്ന് കാണിക്കുന്ന കറന്റ് പീരീഡിനെയാണ് T എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ കറന്റ് പീരീഡിലെ നിങ്ങളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഫംഗ്ഷനാ, കറന്റ് പീരീഡിലെ ആ കമ്മോഡിറ്റിയുടെ പ്രൈസിന്റെ ഫംഗ്ഷൻ ആണ്. PX എന്ന് പറയുന്ന പ്രൈസ് ആണ്, അതിന്റെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന T ആണ്. അപ്പം കറന്റ് പീരീഡിലെ ആ കമ്മോഡിറ്റിയുടെ പ്രൈസിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ആ കമ്മോഡിറ്റിയുടെ പ്രൈസിന്റെ ഫംഗ്ഷൻ ആണ്. അതിന്റെ പ്രീവിയസ് ഇയർ പോലെ തന്നെ 2 വർഷം മുമ്പുള്ള പ്രൈസും എന്താണ്, ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്ട് ചെയ്യാം. അപ്പൊ പ്രൈസസിന്റെ തന്നെ എന്താണ് 3 ലാഗ്ഡ്, അല്ലെങ്കിൽ 3 എന്നല്ല, നമുക്ക് എത്ര ലാഗ്ഡ് വാല്യൂസ് എടുക്കാം. അത് ഓരോ റിസർച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് എത്രമാത്രം ലാഗ്ഡ് വാല്യൂസ് എടുക്കുക എന്ന് പരിഗണിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന കറന്റ് പീരീഡിലെ ഏതാണ് പ്രൈസ് തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു വേരിയബിൾ എന്ന് പറയുന്ന പ്രൈസ് ആണ്. ആ പ്രൈസിന് തന്നെ
ഏതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ലാഗ്ഡ് വാല്യൂ, പ്രസന്റ് വാല്യൂ ഉണ്ട്, ലാഗ്ഡ് വാല്യൂസ് ഉണ്ട്. അപ്പം ഈ കറന്റ് പർച്ചേസസിനെ കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഈ പി എക്സ് ടിയും പി എക്സ് ടി മൈനസ് വണ്ണും ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. പി എക്സ് ടി മൈനസ് ടുവിനേക്കാളും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഇനി പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് ചെയ്യുന്നുണ്ട്? കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷം ഞാൻ ടി വി മേടിച്ചെങ്കിൽ ഈ വർഷം ടി വി മേടിക്കേണ്ട ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ നമ്മൾ പരിഗണിക്കുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെയും ഏതാണ് നമ്മൾ പരിഗണിക്കുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രീവിയസ് ഇയറിലെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതിനു മുമ്പുള്ള ഇയറിലെ ക്വാണ്ടിറ്റി ഡിമാൻഡും അത് എത്ര വരെ നമുക്ക് പരിഗണിക്കുന്ന അത് ഓരോ റിസർച്ചറെ ബേസ് ചെയ്തിട്ടാണ്. ഈ ലാഗ്ഡ് വാല്യൂസ്, ക്വാണ്ടിറ്റിയുടെ ലാഗ്ഡ് വാല്യൂസിനെ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നു. ദെൻ കൺസ്യൂമറുടെ കറന്റ് ഇൻകവും ലാഗ്ഡ് ഇൻകവും എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നു. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കൺസ്യൂമറുടെ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിന്റെ പ്രൈസും പ്രൈസിന്റെ ലാഗ്ഡ് വാല്യൂസും ക്വാണ്ടിറ്റിയുടെ ലാഗ്ഡ് വാല്യൂസും അയാളുടെ ഇൻകോ അയാളുടെ കറന്റ് ഇൻകവും ലാഗ്ഡ് ഇൻകവും നമ്മൾ പരിഗണിക്കുന്നു. അപ്പൊ ഈ ലാഗ്ഡ് വാല്യൂസിനെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എവിടെ ഈ ഡൈനാമിക് വേർഷനിൽ നമ്മൾ ഈ ഡിമാൻഡ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാം. അപ്പം ഇനിഷ്യലി ഈ ഒരു പർട്ടിക്കുലർ തിയറി ഏതാണ് ഒരു സെർട്ടൈൻ കൺസ്യൂമർ ഡ്യൂറബിൾസിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരുന്നു വന്നിരുന്നത്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹിയർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സ് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദി കറന്റ് പീരിയഡ് പ്രൈസ് ആൻഡ് ഇൻകം ബട്ട് ഓൾസോ പാസ്റ്റ് ലെവൽ ഓഫ് ഡിമാൻഡ് ആൻഡ് പ്രൈസസ്. The necessity of a dynamic approach has been recognized for the study of certain consumer durable commodity. അപ്പൊ ഇനിഷ്യലി ഒരു certain consumer durablesന് മാത്രമായിരുന്നു ഈ ഒരു ഡൈനാമിക് ഡിമാൻഡ് ഫംഗ്ഷൻ കൊടുത്തിരുന്നത്. The usage of dynamic formula has been extended to wide range of commodities by Richard Stone. റിച്ചാർഡ് സ്റ്റോൺ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റിച്ചാർഡ് സ്റ്റോണിന്റെ തിയറി നമ്മൾ കാണും, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. His work is published in durability of the consumers durable goods in Econometrica in the 1960s. 1960s ഈ ഒരു പർട്ടിക്കുലർ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഡൈനാമിക് ഡിമാൻഡിനെ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്ത രണ്ട് എക്കണോമിസ്റ്റുകളാണ് ഹൗത്താക്കറും ടെയ്ലർ എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റുകൾ. അപ്പൊ ഇവരുടെ വർക്കും അവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? കൺസ്യൂമർ ഡിമാൻഡ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ് 1966 ഈ വർക്കും എന്ത് ചെയ്യുന്നത്? ഒരു ജനറലൈസ്ഡ് വേർഷൻ ഈ ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയും. അപ്പം ഈ ഡൈനാമിക് അപ്രോച്ചിനെ എക്സ്റ്റെൻഡ് ചെയ്ത എക്കണോമിസ്റ്റുകളാണ് ഒന്ന് ആരൊക്കെയാണ്? ഒന്ന് റിച്ചാർഡ് സ്റ്റോൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, റിച്ചാർഡ് സ്റ്റോണിന്റെ വർക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗത്തോക്കർ ആൻഡ് ടെയ്ലറും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നെല്ലോ ഹാവ് ഡെവലപ്ഡ് എ മോഡൽ which is based on stock adjustment principle. His model is used extensively in the demand function as well as the investment function. This model was initially used to study the demand function for consumer durable. Recently, the extension of stock adjustment principle to non-durable goods have been done by Houthakar and Taylor. This extension of stock adjustment principle is named as the ഹാബിറ്റ് ക്രൈറ്റീരിയൻ പ്രിൻസിപ്പിൾ. ഹാബിറ്റ് ക്രൈറ്റീരിയ. അപ്പം ഇവിടെ ഈ പറയുന്ന പർട്ടിക്കുലർ ഡൈനാമിക് വേർഷന്റെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻസ് ആ പറയാം. അപ്പം ആരൊക്കെയാണ് ഇവിടെ? റിച്ചാർഡ് സ്റ്റോണിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൗത്താക്കർ ടെയ്ലറും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെർലോവ് എന്താണ്? സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏതാണ് എക്സ്റ്റൻഷൻ ഫോമുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഇതുമായിട്ട് ഈ ഡൈനാമിക് വേർഷനുമായിട്ട് അസോസിയേറ്റഡ് അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻസുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തിയറിയിലേക്ക് നമുക്ക് വരാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? The pragmatic approach to demand analysis do not consider utility theory, the behavior of the individual consumer, market behavior of the consumers, all the consumers as a group. അപ്പം ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അപ്രോച്ച് അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മൾ കണ്ടത് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അപ്രോച്ചാ. ഇവിടെ കൺസിഡർ ചെയ്യാത്തത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. യൂട്ടിലിറ്റി തിയറി ഉണ്ട്, ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഉണ്ട്, മാർക്കറ്റ് ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ഉണ്ട്, ഓൾ ദ കൺസ്യൂമേഴ്സ് ആസ് എ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രാഗ്മാറ്റിക് അപ്രോച്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകത എന്താ? ട്രഡീഷണൽ തിയറി ആയിട്ടുള്ള കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നിന്നും റിവീൽ പ്രിഫറൻസ് തിയറിയിൽ നിന്നും എന്താണ് ഒരു യൂട്ടിലിറ്റി അനാലിസിസ് നിന്ന് മാറിയാണ് തിയറി പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറെ അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, ഒരു മാർക്കറ്റ്
മാർക്കറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെയും ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ പ്രാഗ്മാറ്റിക് അപ്രോച്ച് കൺസിഡർ ചെയ്യാത്ത ഏതൊക്കെയാണ്, യൂട്ടിലിറ്റി തിയറിയും അതുപോലെ തന്നെ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ കൺസ്യൂമറും ആണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, ഇൻ പ്രാക്ടിക്കൽ അപ്രോച്ച് ദ എക്കണോമിക്സ് ഹാവ് അക്നോളജ് ദ ലോ ഓഫ് ഡിമാൻഡ്. The economics using law of demand formulate the demand function directly on the basis of market data. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പ്രാക്ടിക്കൽ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, they have focus on the behavior of the individual consumer. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ കൺസ്യൂമറിനെ അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, അവരൊരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത് എന്താ, ലോ ഓഫ് ഡിമാൻഡിനെ ഈ പ്രാക്ടിക്കൽ അപ്രോച്ചിൽ അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക്കൽ അപ്രോച്ചിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെന്താ ചെയ്തിരിക്കുന്നത്, ഡിമാൻഡ് ഫംഗ്ഷനെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ മാർക്കറ്റ് ഡേറ്റനെ ബേസ് ചെയ്തിട്ട്, മാർക്കറ്റ് ഡേറ്റനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടതാ. ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ എന്താ, മാർക്കറ്റ് ഡേറ്റനെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഫംഗ്ഷനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ലോ ഓഫ് ഡിമാൻഡിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ് വൺ, ദ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ അസ്യൂംസ് മണി ഇലൂഷൻ ഈക്വൽ ടു 1, നോൺ മണി ഇലൂഷൻ ഗ്രേറ്റർ ദാൻ 1. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ റിയൽ ആയിട്ടുള്ള വേരിയബിൾസിന്റെ ചേഞ്ച് ആണ് പരിഗണിക്കുക. അതുകൊണ്ട് നോ മണി ഇലൂഷൻ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ദ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ ഗീവ് us Q is equal to B0 Px power to B1 then P0 raised to B2 and Y raised to B3 E raised to B4T എന്നാണ് കാണിച്ചിരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് ഫംഗ്ഷൻ അവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ചോദിച്ചിരുന്നത് B2 എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. B2 എന്ന് പറയുന്നത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, B2 എന്ന് പറയുന്നത് എന്താണ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. B1 എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. B3 എന്ന് പറയുന്നത് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ B2 എന്ന് പറയുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് ഈസ് a univariate function, a multivariate function, double function, none of the above. അപ്പൊ പ്രാഗ്മാറ്റിക് അപ്രോച്ച് നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു മൾട്ടിവേരിയറ്റ് ഫംഗ്ഷൻ ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്, യൂണിവേരിയറ്റ് അല്ല. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, ദ സ്റ്റേറ്റ്മെന്റ് 1, the current purchase decisions are influenced by past behavior of the individual. Statement 2, current purchasing behavior depends upon past level of demand and past level of ഇൻകം. അതായത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡൈനാമിക് അപ്രോച്ചിൽ നമ്മൾ കണ്ടതാ, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കറന്റ് പർച്ചേസ് എന്ന് പറയുന്നത് എന്താ, അവരുടെ പാസ്റ്റ് ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ആണ്, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്, കറന്റ് പർച്ചേസ് ബിഹേവിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ പാസ്റ്റ് ലെവൽ ഓഫ് ഡിമാൻഡ് ആൻഡ് പാസ്റ്റ് ലെവൽ ഓഫ് ഇൻകം. എക്സാക്ട്ലി കറക്റ്റ് ആണ്. നമ്മളവിടെ പാസ്റ്റ് ലെവൽ ഓഫ് ഡിമാൻഡിനെയും പാസ്റ്റ് ലെവൽ ഓഫ് ഇൻകത്തിനെയും എവിടെ പരിഗണിക്കുന്നുണ്ട്, ഈ ഒരു ഡൈനാമിക് അപ്രോച്ചിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിൽ നമ്മൾ കാണുന്നുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. Then, according to dynamic version of demand function, demand is influenced by past level of demand, past level of interest, past level of income, past level of taste and preferences. Already നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ട ഇവിടെ പരിഗണിക്കുന്നുണ്ടാ, പാസ്റ്റ് ലെവൽ ഓഫ് ഡിമാൻഡിനെയും അതുപോലെ തന്നെ പാസ്റ്റ് ലെവൽ ഓഫ് ഇൻകത്തിനെയാണ്. A and C ആണ് വരിക. A and C വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഈ റീസെന്റ് ഡെവലപ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ റീസെന്റ് ഡെവലപ്മെന്റിൽ നമ്മൾ ഇനിഷ്യലി കാണേണ്ട ഒരു അപ്രോച്ച് ആണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്. അതിനുശേഷം നമ്മൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം കാണും. ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിനെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഏതാണ് ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനും അതുപോലെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലും നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലും അതിന്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്,
കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.